ഈ ഫീസൊക്കെ കുറവുള്ള ഈ ഓൺലൈൻ ബാച്ചിലൊക്കെ പഠിച്ചിട്ട് നല്ലൊരു മാർക്കിലേക്ക് എത്താൻ പറ്റുമോ? ഒക്കെ ജസ്റ്റ് പാസ്സാവാനോ അങ്ങനത്തെ കാര്യങ്ങൾക്ക് മാത്രമല്ലേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു സംശയം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ മക്കളെ ഈ വീഡിയോ അവസാനം വരെ നിങ്ങൾ കാണാം. ഫസ്റ്റ് തന്നെ ഞാൻ ആ സംശയം അഡ്രസ്സ് ചെയ്യാം. അത് ആക്ച്വലി ഒരു ജെന്യുവൻ ആയ സംശയമാണോ? ഒരിക്കലുമല്ല. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കി എക്സാമിനറിൻ്റെ ഓൺലൈൻ ബാച്ചിൽ നിന്ന് ഓരോ വർഷവും 520 വാങ്ങുന്ന കുട്ടികളും 1200 വാങ്ങുന്ന ടോപ്പേഴ്സാണ് ഓരോ വർഷവും ഉണ്ടാക്കപ്പെടുന്നത്. അവരൊക്കെ എക്സാമിനറിൻ്റെ ഓൺലൈൻ ബാച്ചിലെ കാര്യങ്ങൾ മാത്രമേ യൂസ് ചെയ്തുള്ളൂ. എക്സ്ട്രാ ഒന്നും ഉപയോഗിക്കാത്ത കുട്ടികളാണ് ഇവരൊക്കെ. അപ്പോൾ എന്തായിരിക്കും ഇവർ ചെയ്യുന്ന ഒരു എക്സ്ട്രാ കാര്യം? അവർ എക്സ്ട്രാ ഓർഡിനറിലി ബ്രില്യൻ്റ് ആയതുകൊണ്ടായിരിക്കുമോ എപ്പോഴും? അതുകൊണ്ട് മാത്രമാണോ അവർക്ക് ഈ ഫുൾ മാർക്കിലേക്കോ അല്ലെങ്കിൽ നല്ല മാർക്കിലേക്കോ എത്തിച്ചേരാൻ പറ്റുന്നത്? ആൻസർ ഇസ് അങ്ങനെയല്ല. തീർച്ചയായിട്ടും എക്സെപ്ഷൻസ് ഉണ്ടാവും. വളരെ 1-2 കുട്ടികൾ 100 പേരിൽ എന്താണ് അല്ല 1000 പേരിൽ എക്സെപ്ഷൻസ് ഉണ്ടാവും. എക്സ്ട്രാ ഓർഡിനറി ബ്രില്യൻ്റ് ആയവർക്ക് അവർക്ക് ചിലപ്പോൾ എങ്ങനെ പഠിച്ചാലും ചിലപ്പോൾ മാർക്ക് കിട്ടുന്നവരുണ്ടാവും. പക്ഷേ എല്ലാവരുടെയും കേസ് അങ്ങനെയല്ല. അപ്പോൾ എന്താണ് ഈ കുട്ടികൾ സാധാരണ ഒരു കുട്ടി ഓൺലൈൻ പഠിക്കുന്നതിനേക്കാളും എക്സ്ട്രാ ചെയ്യുന്നത്? എന്താണ് അവർ കറക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അങ്ങനെ നിങ്ങളും ചെയ്താൽ ഓൺലൈൻ ബാച്ച് ഉപയോഗിച്ച് നിങ്ങൾക്ക് മക്കളെ ഏറ്റവും നിങ്ങളുടെ ബെസ്റ്റിലേക്കാവും, നിങ്ങൾക്കും ടോപ്പേഴ്സായി തീരാം. അതിന് ഫസ്റ്റ് കാര്യമാണ് മക്കളെ ഡിസ്ട്രാക്ഷൻ. ഈ ഓൺലൈൻ ക്ലാസ് നടക്കുന്നത് ഫോണിലാണ് അല്ലെങ്കിൽ ടാബിലാണ് നിങ്ങൾ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലായിരിക്കും നിങ്ങൾ യൂസ് ചെയ്യുക. അപ്പോഴൊക്കെ ഈ ഡിസ്ട്രാക്ഷനുള്ള സ്കോപ്പ് കൂടി വരികയാണ്. കാരണം നിങ്ങൾക്ക് ആ ആപ്പ് എടുത്ത് ക്ലാസ് കാണുന്നതിന് പകരം നിങ്ങൾക്ക് യൂട്യൂബ് കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് റീൽസ് കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്, പല കാര്യങ്ങൾ നിങ്ങൾക്ക് എന്താണ് ആ ഫോൺ ഉപയോഗിച്ചിട്ട് ടാബ് ഉപയോഗിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ എപ്പോഴും മൈൻഡ് എന്താണ് ഡിസ്ട്രാക്റ്റഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ ഈ ഒരു കാര്യം എങ്ങനെയാണ് സോൾവ് ചെയ്യുക? ഫസ്റ്റ് നിങ്ങൾ അവെയർ ആയിരിക്കുക. ഇങ്ങനത്തെ ഡിസ്ട്രാക്ഷൻ നാച്ചുറലി ഉണ്ടാവും എന്നുള്ള കാര്യം അവെയർ ആയിരിക്കുക. അത് നാച്ചുറലാണ് അങ്ങനെ ഡിസ്ട്രാക്ഷൻ ഉണ്ടാകുന്നത് എല്ലാവർക്കും, ഈവൻ ടോപ്പേഴ്സിന് വരെ അങ്ങനെ ഉണ്ടാകുന്ന കാര്യം നിങ്ങൾ അവെയർ ആവുക. രണ്ടാമതൊക്കെ ചെയ്യാൻ പറ്റുന്നത് ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൽ നിന്ന് എങ്ങനെ നിങ്ങൾ രക്ഷപ്പെടാം എന്നുള്ളതിനൊരു കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജി നിങ്ങൾ ഉണ്ടാക്കണം. അപ്പോൾ അത് പല രീതിയിലും നിങ്ങൾക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. അത് നിങ്ങൾ തന്നെ എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കേണ്ട കാര്യമാണ്. അതൊരു സിമ്പിൾ വഴി എന്താണ്, നിങ്ങൾ ഫോണ് ക്ലാസ് കാണാൻ വേണ്ടി ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്കി എല്ലാ നോട്ടിഫിക്കേഷൻ ഓഫ് ആക്കുക. ഈ നോട്ടിഫിക്കേഷൻ ഓഫ് ആക്കിയാലും ശരിയാവില്ല നിങ്ങൾക്ക് തോന്നുകയാണ്, ആ സമയത്ത് ആപ്പ് അങ്ങോട്ട് അൺഇൻസ്റ്റാൾ ചെയ്യുക. പിന്നീട് നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ട സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, യൂട്യൂബ് ആയിക്കോട്ടെ ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ അത് തിരിച്ചും റീഇൻസ്റ്റാൾ ചെയ്താൽ പോരെ. തീർച്ചയായിട്ടും ഒരു ബുദ്ധിമുട്ടുള്ള ടാസ്ക്കാണ്. പക്ഷേ 1-2 മിനിറ്റ് നിങ്ങളുടെ പഠനത്തിന് വേണ്ടിയിട്ടും നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടി നിങ്ങൾക്ക് എല്ലാ ദിവസവും മാറ്റി വെക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് ഫെയർ അല്ല. അപ്പോൾ ആ ആപ്പുകൾ ആ സമയത്ത് അൺഇൻസ്റ്റാൾ ചെയ്യുക. പഠിക്കുന്ന സമയത്ത് പഠിക്കുക മാത്രം ചെയ്യാം. അപ്പോൾ ഈ ഡിസ്ട്രാക്ഷൻ ഏറെക്കുറെ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെ നിങ്ങളുടെ ലൈഫിൽ കോൺഷ്യസ്ലി നിങ്ങൾ എന്ത് ചെയ്യണം, എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കുക എങ്ങനെയൊക്കെ ഈ ഡിസ്ട്രാക്ഷൻസ് അവോയ്ഡ് ചെയ്യാമെന്ന്. അപ്പോൾ അങ്ങനെ തന്നെ ഫസ്റ്റ് കോളം ചെക്ക് ചെയ്തു. ടോപ്പർ ആവാനുള്ള ഓൺലൈൻ ബാച്ചിൽ പഠിച്ച് ടോപ്പർ ആവാനുള്ള ഫസ്റ്റ് കോളം നിങ്ങൾ ചെക്ക് ചെയ്തു. രണ്ടാമത്തെ കോളത്തിലേക്ക് വരാം. പ്രോപ്പറായുള്ള ടൈം ടേബിൾ. നിങ്ങൾ ഓൺലൈൻ ബാച്ചിൽ പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഏത് ബാച്ചിലാണെങ്കിലും നിങ്ങൾ ജോയിൻ ചെയ്താലും നിങ്ങൾക്ക് ഒരു കൃത്യമായിട്ട് ഓരോ ദിവസവും നിങ്ങൾ ഫോളോ ചെയ്യുന്ന ടൈം ടേബിൾ എന്തൊക്കെ ലേണിംഗ് വീഡിയോസ് ആണെന്ന് കാണേണ്ടത്, ഏതൊക്കെ ലൈവാണ് അറ്റൻഡ് ചെയ്യേണ്ടത്, ഏതൊക്കെ എക്സാംസ് ആണ് എപ്പോഴാണുള്ളത്, എല്ലാ കാര്യങ്ങളും എക്സാമിനറിൻ്റെ ബാച്ചിലെ ടൈം ടേബിൾ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതുകൂടാതെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ആ ടൈം ടേബിളിലുള്ള കാര്യങ്ങൾ നിങ്ങൾ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യും, ഏതൊക്കെ സമയമാണ് നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഏതൊക്കെ ലേണിംഗ് വീഡിയോസ് ആണ് നിങ്ങൾ ഇന്ന സമയത്ത് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം വളരെ കൃത്യമായൊരു ടൈം ടേബിൾ മിനിമം അടുത്ത ദിവസത്തെങ്കിലും ഉണ്ടായിരിക്കണം. ഐഡിയലി ഒരു 2-3 ദിവസത്തെ ടൈം ടേബിളെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. മിനിമം നാളത്തെ ടൈം ടേബിളെങ്കിലും ഇന്ന് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ആ ടൈം ടേബിൾ കൃത്യമായിട്ട് നിങ്ങൾ കൊടുക്കണം. എന്തൊക്കെയാണ് നിങ്ങൾ പഠിക്കാനുള്ളത്, പഠിക്കാനുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കരുത് നിങ്ങളുടെ ടൈം ടേബിൾ ഉള്ളത്. നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനുള്ള ടൈമും എല്ലാ കാര്യങ്ങളും നിങ്ങൾ അതിൽ കൊടുക്കണം. അതായത് എന്താണോ നിങ്ങൾ ഒരു ദിവസം ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ആ ടൈം ടേബിൾ ഉണ്ടായിരിക്കണം. ഇങ്ങനെ തന്നെയാണ് നമ്മുടെ ഓൺലൈൻ ബാച്ച് ഉപയോഗിച്ച് ടോപ്പേഴ്സായ കുട്ടികളും ചെയ്തത്. അതല്ലാണ്ട് അവർ ഫുൾ ടൈം ഇരുന്ന് പഠിക്കുക ഒന്നുമല്ലായിരുന്നു. അവർ പഠിക്കും, അവർക്ക് കളിക്കണം തോന്നുമ്പോൾ അവർ കളിക്കും. പക്ഷേ എല്ലാം അവർ തന്നെ ഉണ്ടാക്കി, അവർ പ്രിപ്പയർ ചെയ്ത ടൈം ടേബിൾ പ്രകാരം. തീർച്ചയായും ടൈം ടേബിൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് 100% അതനുസരിച്ച് പോകണമെന്ന് ഒരു നിർബന്ധമില്ല. പക്ഷേ 80% എങ്കിലും അതിനനുസരിച്ച് പോകാമല്ലോ, മതി. നെക്സ്റ്റ് കാര്യമാണ് മക്കളെ സെൽഫ് മോട്ടിവേഷൻ. നിങ്ങൾ ഓൺലൈൻ ബാച്ചിൽ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ സെൽഫ് മോട്ടിവേറ്റഡ് ആയിരിക്കണം. അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങൾ ടൈം ടേബിളും എല്ലാം ഉണ്ടാക്കി വെച്ചു, എന്നിട്ട് നിങ്ങൾക്ക് എന്താണ് പഠിക്കാതിരിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇന്ന് ഞാൻ പഠിക്കുന്നില്ല, എനിക്ക് മൂഡില്ല അല്ലെങ്കിൽ മോട്ടിവേഷൻ ഇല്ല എന്ന് പറഞ്ഞ് പഠിക്കാതിരിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ഒരിക്കലും വരാൻ പാടില്ല. ആ ഒരു സ്ഥിതിയിലേക്ക് 1-2 ദിവസമൊക്കെ തീർച്ചയായിട്ടും ഒരാഴ്ചയിലൊക്കെ വരാം, അല്ലെ ഒരു മാസത്തിൽ 1-2 ദിവസമൊക്കെ വരാം. ഒരാഴ്ചയിൽ അങ്ങനെ നടക്കില്ല, ഓരോ മാസത്തിൽ അങ്ങനെയൊക്കെ വരാം. പക്ഷേ അതൊരു സ്ഥിരമായുള്ള പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി എ ഡിസാസ്റ്റർ. ഇത് ഓൺലൈനിൽ മാത്രമല്ല. നിങ്ങൾ വിചാരിക്കുക ഓൺലൈൻ ബാച്ചിൽ മാത്രം ഇങ്ങനെ അങ്ങനെ അല്ലേ അന്ന് വിചാരിക്കേണ്ട. ഓഫ്ലൈനിൽ അല്ലെ ട്യൂഷനിൽ പോവുകയാണെങ്കിലും ഇതേ സെയിം ഇഷ്യൂ ഉണ്ട്. കാരണം നിങ്ങൾ വിചാരിക്കുക സാർ ഓഫ്ലൈൻ ക്ലാസ്സിൽ ട്യൂഷൻ ക്ലാസ്സിലൊക്കെ വരുന്നാൽ അങ്ങനെ സെൽഫ് മോട്ടിവേഷൻ ആവശ്യമില്ലല്ലോ, ടീച്ചർ മോട്ടിവേറ്റ് ചെയ്യില്ലേ, നമ്മൾ അവിടെ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി പഠിക്കില്ലേ? വെറുതെയാണ്. നിങ്ങൾക്ക് അവിടെയും പോയിട്ട് സിമ്പിളായിട്ട് കുഴപ്പം, വെറുതെ ഇങ്ങനെ ഇരിക്കുക, എല്ലാം മനസ്സിലാവുന്ന പോലെ. ടീച്ചർ മനസ്സിലായി ചോദിച്ചപ്പോൾ മനസ്സിലായി എന്ന് പറയാം, ചോദ്യങ്ങൾ ചോദിച്ചാൽ എന്തെങ്കിലുമൊക്കെ എക്സ്ക്യൂസ് പറയാം.
ഓക്കെ, അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് കുഴപ്പമാണെങ്കിൽ നിങ്ങൾക്ക് എവിടെ വേണം കുഴപ്പം. നിങ്ങൾ ഓഫ്ലൈൻ ആണെങ്കിലും ട്യൂഷനിലാണെങ്കിലും ഓൺലൈൻ ബാച്ചിൽ എവിടെയാണെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഒരു മോട്ടിവേഷൻ കണ്ടുപിടിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല. അത് കുറച്ചും കൂടി നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഓൺലൈനാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ പ്രഷർ, ആരെങ്കിലും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രഷർ കുറച്ച് കുറവായിരിക്കും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ പുറത്തുനിന്ന് എക്സ്റ്റേണൽ ആയിട്ടുള്ള മോട്ടിവേഷനോ പ്രഷറോ ആവരുത് നിങ്ങളുടെ ഡ്രൈവിംഗ് ഫോഴ്സ്. നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കണോ, നിങ്ങൾക്ക് നല്ലൊരു ജോലി വേണോ, നിങ്ങൾക്ക് നല്ലൊരു കരിയർ ബിൽഡ് ചെയ്തെടുക്കണോ, അതിന് നിങ്ങൾ പഠിക്കണം, നിങ്ങൾക്ക് നല്ല ബോധ്യം ഉണ്ടാവണം. അങ്ങനെ പഠിക്കണമെങ്കിൽ എക്സാമിൻ്റെ തലേന്നൊന്നും ഒന്നും ആവാൻ പോകുന്നില്ല. ഡെയിലി നന്നായിട്ട് പഠിക്കണം. എനിക്ക് നന്നാവണം, ജീവിതത്തിൽ നല്ലൊരു ലൈഫ് ഉണ്ടാക്കിയെടുക്കണം എന്നുള്ള ഉള്ളിൽ നിന്ന് വരുന്ന മോട്ടിവേഷൻ മാത്രമേ ലോങ് ടേമിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുള്ളൂ. അപ്പോൾ അത് ഓൺലൈനാണെങ്കിലും ഓഫ്ലൈനാണെങ്കിലും വേണം. ഓൺലൈനിൽ കുറച്ചും കൂടി ചിലപ്പോൾ വേണ്ടി വരും. അത് ഉണ്ടാക്കിയെടുക്കുക. കാരണം ലൈഫിൽ അത് എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നിങ്ങൾ കോളേജിൽ പോയാൽ ട്യൂഷൻ ക്ലാസ് ഉണ്ടാവും നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ പിന്നെ ജീവിതത്തിൽ ഓരോ ജോലി ചെയ്താൽ നിങ്ങൾക്ക് ട്യൂഷൻ ക്ലാസ് എടുത്തു തരും അതിൻ്റെ ആരെങ്കിലും? ഇല്ല. അപ്പോൾ ഇപ്പോഴേ ശീലിച്ചു കൊടുക്കുക സ്വന്തം ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ക്വാളിറ്റി നിങ്ങൾ ബിൽഡ് ചെയ്തെടുക്കണം സ്വന്തമായിട്ട് മോട്ടിവേഷൻ ഉണ്ടാക്കാൻ വേണ്ടി. അത് ഓൺലൈൻ ബാച്ചിന് വേണ്ടി മാത്രമല്ല, ലൈഫിനും കൂടി വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് കാര്യമാണ് നോട്ട് മേക്കിംഗ്. ഏത് ടോപ്പർ എടുത്ത് നോക്കിയാലും അവരെന്ത് ചെയ്യുന്നുണ്ടാവും? സ്വന്തമായിട്ട് നല്ല വൃത്തിയുള്ള നോട്ട് ഉണ്ടാവും. വളരെ എക്സെപ്ഷൻസ് നിങ്ങൾക്ക് അതിൽ കാണാൻ സാധിക്കും. എങ്കിൽ പോലും അവർ കൃത്യമായിട്ട് നോട്ട് ഉണ്ടാക്കുന്നതായിരിക്കും. ആ നോട്ട് നിങ്ങൾക്ക് എങ്ങനെ വേണം ഉണ്ടാക്കാം. നിങ്ങൾക്ക് നോട്ട് മേക്കിങ്ങിൻ്റെ ലൈവൊക്കെ നമ്മുടെ ചാനലിൽ കാണാമെന്നായിരിക്കും. ഓൾറെഡി ചിലപ്പോൾ ഇട്ടിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എക്സാം വിന്നർ നോട്ട് മേക്കിംഗ് ലൈവ് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് യൂട്യൂബിൽ സെർച്ച് ചെയ്തൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും എങ്ങനെയാണ് നോട്ട് മേക്കിംഗ് ചെയ്യേണ്ടത്. അതിൻ്റെ കുറേ ടിപ്സും കാര്യങ്ങളും സയൻറ്റിഫിക് മെത്തേഡ്സൊക്കെ അതിൽ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ വൃത്തിയുള്ള ഒരു നോട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ആ നോട്ട് എന്തിനാണ്? റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ റിവൈസ് ചെയ്തുകൊണ്ടിരുന്നില്ലെങ്കിൽ പിന്നെ എന്താ കാര്യം? നിങ്ങൾ ആലോചിച്ച് നോക്കി. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും പഠിച്ചു, ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, ബയോളജി ആയിക്കോട്ടെ, നിങ്ങൾ ഒരു സാധനം പഠിച്ചു, കഷ്ടപ്പെട്ട് നിങ്ങൾ 2 മണിക്കൂർ ക്ലാസ് കണ്ട് പഠിച്ചു. പക്ഷേ എക്സാമിന് പോയിരിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ഓർമ്മയില്ല. കാരണം നിങ്ങൾ റിവൈസ് ചെയ്തില്ല. നിങ്ങളെല്ലാം പഠിച്ച് മനസ്സിലാക്കി, പക്ഷേ നിങ്ങളത് റിവൈസ് ചെയ്യാത്തതുകൊണ്ട് നിങ്ങൾക്ക് മറന്നുപോയി. ആ എക്സാമിൽ അതൊന്നൊരു ചോദ്യം വന്ന് നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റില്ല. നിങ്ങൾ ആ 2 മണിക്കൂറോ 3 മണിക്കൂറോ കഷ്ടപ്പെട്ട് പഠിച്ചത് നിങ്ങൾക്ക് എന്തെങ്കിലും ഉപയോഗം ഉണ്ടായോ? പഠിപ്പിച്ച ആൾക്ക് ചിലപ്പോൾ ഉപയോഗം ഉണ്ടായിരുന്നോ? നിങ്ങൾക്ക് ആ കാര്യം കൊണ്ട് എന്തെങ്കിലും ഉപയോഗം ഉണ്ടായിരുന്നോ? ഇല്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ 2 മണിക്കൂറോ 5 മണിക്കൂറോ 1 മിനിറ്റോ എടുത്ത് പഠിച്ചോ, പക്ഷെ ആ പഠിച്ചതുകൊണ്ട് എന്തെങ്കിലും ഉപയോഗം നിങ്ങൾക്ക് ഉണ്ടാവണമെങ്കിൽ അത് നിങ്ങളുടെ തലയിൽ ഉണ്ടായിരിക്കണം. എപ്പോൾ വരെ? എക്സാം വരെ. അപ്പോൾ അതിനനുസരിച്ച് വേണം നിങ്ങളുടെ റിവിഷൻ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളൊരു സാധനം പഠിച്ചു, ഒരു ചാപ്റ്റർ പഠിച്ചു, 1 മാസം കഴിയുമ്പോൾ ആ ചാപ്റ്ററിലെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ആ സമയം വേസ്റ്റ് ചെയ്തു പോകുന്നല്ലേ. ആ സമയം നിങ്ങൾക്ക് വല്ല ഇൻസ്റ്റാഗ്രാം റീൽസോ അല്ല വല്ല യൂട്യൂബ് വീഡിയോ കണ്ടുകൊണ്ടിരുന്നാൽ മതിയായിരുന്നു. നിങ്ങൾ എന്തിനാ സമയം വേസ്റ്റ് ചെയ്തത്? സോ റിവിഷൻ ഇസ് ഇമ്പോർട്ടൻറ്റ്, വളരെ വളരെ ഇമ്പോർട്ടൻറ്റ്. അതെങ്ങനെയാണ് നിങ്ങൾ റിവൈസ് ചെയ്യാൻ പോകുന്നത്? വീണ്ടും വീഡിയോ ഓരോ പ്രാവശ്യം ക്ലാസ് കണ്ടുകൊണ്ടാണോ? ഒരിക്കലും അല്ല. നിങ്ങൾ ഉണ്ടാക്കിയ നോട്ട്സ് വെച്ചിട്ടാണ് നിങ്ങൾ റിവൈസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് നോട്ട് മേക്കിംഗ് ഇമ്പോർട്ടൻറ്റ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് കാര്യമാണ് എക്സാംസ്. നിങ്ങൾ ഏത് ടോപ്പറിനോട് സംസാരിച്ചോ, മിനിമം മക്കളെ അവരൊരു എക്സാമിന് മുൻപ്, നിങ്ങൾ പബ്ലിക് എക്സാമിന് മുമ്പ് മിനിമം ഒരു 10 ഫുൾ ലെങ്ത് മോക്ക് എക്സാംസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. അതുകൂടാതെ ഓരോ സ്കൂളിലെ പരീക്ഷകൾ, ബാച്ചിൽ ജോയിൻ ചെയ്തവരാണെങ്കിൽ നമ്മുടെ ബാച്ചിൽ അഗ്നി ബാച്ചിലും ഉയരെ ബാച്ചിലും ലക്ഷ്യ ബാച്ചിലും പഠിച്ചവർ ബാച്ചിലെ എക്സാംസ് ഒക്കെ അവർ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്തവരായിരിക്കും. കാരണം ഈ എക്സാംസ് അറ്റൻഡ് ചെയ്യുമ്പോഴാണ് ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുക നിങ്ങളുടെ ലെവൽ എന്താണ്. ഒരു ചാപ്റ്റർ നിങ്ങൾ പഠിച്ചു, നിങ്ങൾ വിചാരിച്ച എല്ലാം നിങ്ങൾ പഠിച്ചു, പക്ഷേ പരീക്ഷ എഴുതുമ്പോൾ നിങ്ങൾക്ക് പരീക്ഷ എഴുതുമ്പോൾ കിട്ടിയ മാർക്ക് 20-ൽ 12 മാർക്കാണ്. അപ്പോൾ ശരിക്കും നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല. എന്തൊക്കെയോ നിങ്ങൾ മിസ്സായിട്ടുണ്ട്. അത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് വരണം. അത് മനസ്സിലാക്കണമെങ്കിൽ പരീക്ഷ എഴുതി നോക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ ആ രീതിയിൽ പരീക്ഷ എഴുതി മുന്നോട്ട് പോയാൽ നിങ്ങളുടെ വീക്ക്നെസ് എന്താണ്, നിങ്ങൾക്ക് എന്ത് മനസ്സിലായില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് ശരിക്കും ഗെയ്ജ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനനുസരിച്ച് നിങ്ങൾ പ്രിപ്പറേഷൻ മാറ്റാം. അപ്പോൾ 8 മാർക്ക് എനിക്ക് മിസ്സായി, ആ 8 മാർക്ക് എവിടെ നിന്നാണ് എനിക്ക് മിസ്സായത്, അതൊന്നും കൂടി പഠിച്ചെടുക്കണമല്ലോ എന്ന് പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? വീണ്ടും പഠിക്കുക. അപ്പോൾ വീഡിയോസ് കണ്ടിട്ടോ നോട്ട് നോക്കിയിട്ടോ ഒക്കെ പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അറിയണം നിങ്ങളുടെ വീക്ക്നെസ് എന്താണെന്നുള്ളത്. അത് വീക്ക്നെസ് വെറുതെ ഇങ്ങനെ പഠിച്ചു പോയതുകൊണ്ട് മനസ്സിലാവില്ല. പരീക്ഷകൾ എഴുതണം, അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഓൾസോ ഈ പരീക്ഷ എഴുതുന്നു റിവിഷൻ്റെ ഒരു ഭാഗമാണ്. കാരണം ഓരോ പരീക്ഷയ്ക്ക് മുമ്പ് നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാൻ വേണ്ടി ഒരു അവസരവും കൂടിയാണ്. അപ്പോൾ ആ റിവിഷനും കൂടി അവിടെ ഓട്ടോമാറ്റിക്കലി നടന്നുകൊള്ളും. കാരണം വെറുതെ പോയി പരീക്ഷ എഴുതിയിട്ട് എന്താ കാര്യം, ആർക്കാ കാര്യം? ഒരു കാര്യമില്ല. അപ്പോൾ റിവിഷൻ ചെയ്യുക, പരീക്ഷ എഴുതുക. അപ്പോൾ ഓരോ പരീക്ഷയ്ക്ക് മുൻപും ഒരു റിവിഷന് വേണ്ടിയുള്ള ഓപ്പർച്യൂണിറ്റി ആയിട്ട് കരുതുകയാണെങ്കിൽ നിങ്ങളുടെ റിവിഷൻ ഓട്ടോമാറ്റിക്കലി നടക്കും. ഇങ്ങനെയാണ് ടോപ്പേഴ്സ് ചിന്തിക്കുക. ടോപ്പേഴ്സ് ഒരിക്കലും ചിന്തിക്കില്ല പരീക്ഷയാണല്ലോ, തലവേദനയാണല്ലോ എന്നവർ ചിന്തിക്കില്ല. അവരെങ്ങനെ ചിന്തിക്കുക? പരീക്ഷയാണ്, എന്തായാലും പരീക്ഷ എഴുതണം അല്ലേ, എന്തായാലും പരീക്ഷ എഴുതണം. അതിൻ്റെ ഇല്ലാത്തൊരു ഓപ്ഷൻ അവർ മനസ്സിലില്ല. അപ്പോൾ പിന്നെ എന്തെങ്കിലും ഒന്ന് റിവൈസ് ചെയ്തേക്കാം. ഓക്കെ, എന്തായാലും റിവൈസും ചെയ്യണം. അപ്പോൾ ഈ ബെസ്റ്റ് ടൈം എന്നാണ് ഈ പരീക്ഷ മുൻപ് കൊണ്ട് റിവൈസ് ചെയ്തേക്കാം. അതിങ്ങനെ ചെയ്ത് ഓട്ടോമാറ്റിക്കലി അവർ തന്നെ എന്താണ്, ഒരു സ്ട്രാറ്റജി ഇല്ലാണ്ട് അവർക്ക് തന്നെ റിവിഷൻ നടന്നോളും. പരീക്ഷയുടെ ദിവസം വരെ അവർ സാധനം ഓർത്ത് വെക്കും. അത് കോൺഷ്യസ്ലി ചെയ്യേണ്ട ആവശ്യം പോലില്ല. ഈ പരീക്ഷയ്ക്ക് മുമ്പ് റിവൈസ് ചെയ്ത് പരീക്ഷ കൂടെ അറ്റൻഡ് ചെയ്താൽ മതി. പരീക്ഷ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാവും എന്തൊക്കെയാണ് തലയിൽ ഇല്ലാത്തതെന്ന്. ഓക്കെ, ആൻഡ് ലാസ്റ്റ് കാര്യം ഞാൻ
നേരത്തെ പറഞ്ഞ 2 കാര്യങ്ങളിലുള്ള കാര്യം തന്നെയാണ് റിവിഷൻ. എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്. എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ള കാര്യം കൂടെ ഞാൻ പറഞ്ഞത്. മക്കളെ, ഇത്ര മാത്രമേ ഉള്ളൂ ടോപ്പേഴ്സ് ഫോളോ ചെയ്യുന്നത്. ഓൺലൈൻ ബാച്ചിലാണെങ്കിലും ഓഫ്ലൈൻ ബാച്ചിലാണ് പറഞ്ഞ കാര്യങ്ങൾ ഏറെക്കുറെ ശരി ഇതേപോലെ തന്നെയാണ്. പക്ഷേ ഓൺലൈൻ ബാച്ചിൽ ഉപയോഗിച്ച് ഈ കാര്യങ്ങളും കൂടെ നിങ്ങൾ ടിക്ക് ബോക്സ്, അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത്രേ ഉള്ളൂ. ഇതുവരെ നിങ്ങൾ ഓൺലൈനിൽ പഠിച്ചവരാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എത്ര കാര്യങ്ങളിൽ നിങ്ങൾക്ക് ടിക്ക് ഇടാൻ പറ്റുന്നുണ്ട്, നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട്. ആ ടിക്ക് ഇടാൻ പറ്റാത്ത കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ടിക്ക് ഇടാൻ നിങ്ങൾക്ക് പറ്റുന്ന ലെവലിലേക്ക് നിങ്ങൾ ഉയർത്തിയാൽ, മക്കളെ, നിങ്ങൾ ഏത് ഓൺലൈൻ ബാച്ചിലാണ്, എക്സാമിനറിൻ്റെ ഏത് ഓൺലൈൻ ബാച്ചിലാണ് നിങ്ങൾ ജോയിൻ ചെയ്തത്, നിങ്ങൾ അത് ഉപയോഗിച്ച് പഠിച്ചാൽ മക്കളെ, ഞാൻ ഈ പറഞ്ഞ പോലെ പഠിച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും മാക്സിമത്തിലെത്താൻ പറ്റും. അത് ഫുൾ മാർക്സ് ആവാം, ചിലപ്പോൾ 99% ആവാം, ചിലപ്പോൾ 98 ആവാം, ചിലപ്പോൾ ഫുൾ A+ ആവാം. ഓരോ ആൾക്കാരും ഡിപ്പെൻഡ് ചെയ്യും. പക്ഷേ നിങ്ങളുടെ മാക്സിമം അക്കാഡമിക് പൊട്ടൻഷ്യലിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഈ വീഡിയോ അവസാനിപ്പിക്കുമ്പോൾ 2 കാര്യങ്ങൾ പറയാനുള്ളൂ. ഒന്ന്, ഈ പറഞ്ഞ കാര്യങ്ങൾ എത്ര ക്രൈറ്റീരിയ ഞാൻ പറഞ്ഞിട്ടുണ്ട് മക്കളെ? 1, 2, 3, 4, 5, 6 ക്രൈറ്റീരിയ പറഞ്ഞത്. ആ 6 ക്രൈറ്റീരിയയിൽ എത്ര ടിക്ക് ബോക്സുകൾ നിങ്ങൾക്കുണ്ട്? 5 ആണോ, 4 ആണോ, 3 ആണോ, 2 ആണോ, എത്ര ടിക്ക് ബോക്സുകൾ നിങ്ങൾക്ക് ഇടാൻ പറ്റുന്നുണ്ടെന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓൾസോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്ത് നമ്മുടെ ബാച്ച് ഉപയോഗിച്ച് നന്നായിട്ട് പഠിക്കാൻ റെഡി ആണെങ്കിൽ, സാർ ഞാൻ റെഡി ആണെന്നും കൂടെ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്താൽ മാത്രം പോരാ, ആക്ച്വലി നിങ്ങൾ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അത്ര മാത്രമേ പറയാനുള്ളൂ. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ബൈ ബൈ, ടേക്ക് കെയർ.